CPM-ൽ നേതാക്കളുടെ മക്കളോട് ഒരുതരം ഇരട്ടത്താപ്പ് സമീപനമില്ലേ എന്നുള്ള കാര്യം നമുക്ക് ചോദിക്കേണ്ടി വരും. കാരണം മുൻപ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകനെതിരായ ഇതുപോലെ ED റെയ്ഡ് വന്ന സമയത്ത് അവിടെ ആ വീട്ടിലേക്ക് ഒരു നേതാക്കൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല മാധ്യമങ്ങൾ അത് ആ ദിവസം മുഴുവൻ വലിയ വാർത്തയാക്കി നടത്തുകയും ചെയ്തു. ഇന്നിപ്പോൾ പിണറായി വിജയൻ്റെ മകളുടെ കമ്പനിക്കെതിരായ ED റെയ്ഡ് അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തെ ബേക്കറി ജംഗ്ഷനിലെ വീട്ടിലേക്ക് വന്ന സമയത്ത് അവിടെ എത്താൻ ഇനി ഒരു നേതാവ് പോലും ഇല്ല എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി നേരിട്ട് ഇറങ്ങി വന്ന് അവിടെ പ്രകടനവും മുദ്രാവാക്യവും വിളിച്ച് അവർക്കൊപ്പം പിണറായിക്കൊപ്പം ഐക്യദാർഢ്യപ്പെടുകയാണ്. അപ്പോൾ പിണറായി വിജയനാണ് പാർട്ടി എന്നുള്ളതിൻ്റെ ഒരു ദൃഷ്ടാന്തം നമുക്കിവിടെയും കാണാം അല്ലേ? ഇത് ഫ്യൂഡലാണ്. ഇവർ ഈ വർത്തമാനം പറയുന്നതല്ല, അത് വെറും ഫ്യൂഡൽ. ഞാൻ നേരത്തെ അട്ടിമറിയുടെ കാര്യം പറഞ്ഞല്ലോ, നോക്കുകൂലിയുടെ കാര്യം പറഞ്ഞു. തൊഴിലാളി ഒരു ചാക്കിറക്കി വെച്ച് ചിത്തർ രൂപ വേണമെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇറക്കാതെ പൈസ വേണമെന്ന് പറഞ്ഞാൽ നോക്കുകൂലി അതിവിടെ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി പറയും. പറയുന്നത് എങ്ങനെയാണ്? സ്വന്തം മകൾക്ക് നോക്കുകൂലി അറേഞ്ച് ചെയ്ത് കൊടുത്തേച്ചാണ്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഇഷ്ടം പോലെ ഇതിപ്പോൾ നേതാക്കളുടെ മക്കൾ, നിങ്ങൾ ബിനീഷിൻ്റെ കാര്യമായിരിക്കും ഉദ്ദേശിച്ചത്. അത് എന്തിനാണ് അവിടെ വരെ പോകുന്നത്? ഇവിടെ നമ്മളെപ്പോഴും പറയുന്ന ഓമനക്കുട്ടനെതിരെ നടപടി എടുത്തതുകൊണ്ടല്ലോ, മറ്റേ ആലപ്പുഴ. ഓമനക്കുട്ടനെതിരെ കേട്ട വാദി കേൾക്കാത്ത വാദി നടപടിയെടുത്തു. അതേസമയം കുഞ്ഞനന്തൻ്റെ TB ചന്ദ്രശേഖരൻ കേസിൽ, കൊലക്കേസിൽ ജീവപര്യന്തത്തിന് ശിക്ഷിക്കപ്പെട്ടാൽ പോലും കുഞ്ഞനന്തേട്ടനെതിരെ നടപടിയില്ല. ഇതാണ് പാർട്ടിയുടെ സമീപനം. ഇതുപോലെ തന്നെ പീതാംബരൻ്റെ കേസ് അവിടെ പെരിയയിലുള്ളത് നമുക്കറിയാം. ഇപ്പം ഞാൻ പറയുന്നത് ഇതിലെല്ലാം ഒരു ഇരട്ടത്താപ്പും ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സും ഇവർ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മക്കളുടെ കാര്യത്തിലും അത് വന്നു എന്നേ ഉള്ളൂ. അത് പിണറായിയുടെ മകളും കോടിയേരിയുടെ മകനോ മകളും ഒരേപോലെയല്ല. അതിന് PB ഒന്നും ഒരു ഘടകമല്ല. അപ്പോൾ അത് എങ്ങനെയാണ് ശരിയാകുക എന്ന് ചോദിച്ചാൽ ഇവരുടനെ പറയും മൂർത്തമായ സാഹചര്യത്തിൽ മൂർത്തമായ ഏതാണ്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യർക്ക് മനസ്സിലാകാത്ത തരത്തിൽ പറഞ്ഞ് ഈ വാക്കുകളെല്ലാം ഒരു തമാശ. അതേ പറഞ്ഞേ. പിന്നെ രാഷ്ട്രീയം പറയാൻ പറ്റാത്ത രീതിയിൽ ഇതിനെ ഈ പറയുന്ന ഐഡിയോളജിയെ മുഴുവൻ അപഹസിക്കുന്ന രീതിയിൽ ഇവരെടുത്തിട്ട് ഇതിനെ ഉപയോഗിച്ചുകൊണ്ട് ഈ തോന്നിവാസത്തെ ന്യായീകരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇവരുടെ വിചാരം ഇത് പാർട്ടി അണികൾ തീപ്പന്തം പോലെ വരും, പാർട്ടിക്കൊരു പ്രശ്നം ഉണ്ടായാൽ അവരെല്ലാവരും പുറത്തു വരും. അന്നത്തെ ആ ED റെയ്ഡിന് ശേഷം ഉദ്യോഗസ്ഥർ മടങ്ങുന്ന സമയത്ത് ഞാൻ അന്ന് ഇവിടെ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. പിണറായി വിജയൻ പുറത്തിറങ്ങി വന്ന് അഭിവാദ്യം ചെയ്യുകയാണ്. ഒരുപാട് നാൾ കൂടിയാണത് മുഷ്ടി ഉരുട്ടി കാണുന്നത്. മറ്റേ സമ്മേളനത്തിനൊക്കെ അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ യാന്ത്രികമായിട്ടാണ്. അപ്പോൾ അത് ഓർമ്മിക്കുന്നതൊക്കെ നല്ലതാണ്. പക്ഷേ അദ്ദേഹം അവിടെ വെച്ച് കലാപാഹ്വാനമാണ് ചെയ്തത്. അദ്ദേഹം വളരെ സമാധാനപരമായ പ്രവൃത്തിയാണ് അവിടെ നടന്നതെന്നാണ് അതിനുശേഷം പത്രക്കാരോട് പറഞ്ഞത്. വേറെ ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ചോദിക്കുന്നു, ഇതാണോ ആക്രമണം? അപ്പോൾ ആക്രമണം കണ്ടാൽ നിങ്ങൾ എന്ത് പറയും എന്ന് പറയും. CPM-ൻ്റെ ആക്രമണം ഇങ്ങനെയൊന്നുമല്ല എന്ന് പറഞ്ഞാൽ സ്വയം ഒരു ഗുണ്ടാ സംഘത്തെ പോലെ മോബിനെ പോലെ ഇവർ ജനങ്ങളുടെ മുന്നിൽ അങ്ങനെ പ്രതിഷ്ഠിക്കുകയാണ്. അങ്ങനെയാണ് ഈ പാർട്ടി അണികളെന്നും പ്രവർത്തകരെന്നും ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനെയുള്ള കുറച്ച് പേര് ഇതിൻ്റെ അകത്ത് കാണും. പക്ഷേ അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇതാണ് പാർട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യണം. എന്താണ് ഇവർ ശ്രമിക്കുന്നത്? ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇനിയും ഒരു ED ഉദ്യോഗസ്ഥനോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനോ അന്വേഷിച്ച് ഇങ്ങോട്ട് വരരുത് എന്നാണോ ഇവരുടെ ഉദ്ദേശം? ഇവരെന്താണ് ഇതിലൂടെ സന്ദേശമാണ് ആർക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എന്ത് സന്ദേശമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല. അതോ ഈ ക്ലൂലെസ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുമല്ലോ, എന്ത് ചെയ്യണം എന്നറിയാൻ എന്തൊക്കെയോ ചെയ്യുന്നു എന്നാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു പാർട്ടി അല്ല CPM, അങ്ങനെ ഒരു പാർട്ടി ആയിട്ടല്ല ഇതിനെ വിഭാവനം ചെയ്യുകയും ഇത് വളർന്നു വരികയും ചെയ്തത്. അപ്പോൾ അത് തിരുത്തേണ്ടത് പാർട്ടിയുടെ പ്രവർത്തകർ തന്നെയാണ്, താഴെത്തട്ടിലുള്ള പ്രവർത്തകരാണ്. കുഞ്ഞികൃഷ്ണൻ സാഹോടെ പയ്യന്നൂർ പറഞ്ഞ പോലെ നേതൃത്വത്തെ അണികൾ തിരുത്തേണ്ട സമയമാണിത്. അത് തിരുത്തുകയാണ് ചെയ്യേണ്ടത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.